ആ ഡേറ്റ് എല്ലാരും ഓർത്തിരിക്കും. അവനവന്റെ വിവാഹ ഡേറ്റ്. അന്നാണ് എന്റെയും കണ്ണേട്ടന്റെയും നിന്റെയും കരുണയുടെയും വെഡിങ് ആനിവേഴ്സറി. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. പറഞ്ഞതുപോലെ ശരിയാണല്ലോ. എടാ നീ അത് ഓർത്തില്ലേ? എനിക്കത് ഓർമ്മ കിട്ടിയില്ല അമ്മേ. എടാ മോൾ അതുകൊണ്ടായിരിക്കും ആ ഡേറ്റിനെ പറ്റി നിന്നോട് ചോദിച്ചത്. എടാ ആ സമയത്ത് നീ അതൊക്കെ ഓർത്തിരിക്കണ്ടായിരുന്നോ? അമ്മയോട് ചോദിച്ചപ്പം അമ്മയ്ക്ക് പോലും ഓർമ്മയില്ലായിരുന്നല്ലോ. ആരും ഓർക്കില്ല. നിങ്ങൾ ഏതു നേരവും ചിന്തിക്കുന്നത് സമ്പത്തിനെ പറ്റിയാണല്ലോ. പിന്നെ ഇതൊക്കെ എങ്ങനെ ഓർക്കാനാ? ഓ ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ അനിയത്തിയെ കുത്തിത്തിരിപ്പിക്കുമായിരിക്കും. ഞാൻ അങ്ങനെ കുത്തിത്തിരിപ്പിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ സംസാരം കേട്ടതുകൊണ്ട് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇവന്റെ ഭാര്യയാണ് കരുണ. അവള് വിളിച്ചിട്ടൊരു ഡേറ്റ് പറഞ്ഞു. എന്നിട്ട് പോലും ഇവൻ അന്നത്തെ ദിവസം എന്താ നടന്നേന്ന് പോലും ഓർക്കാതെ അത് അമ്മയോട് വന്ന് ചോദിക്കുക. പിന്നെ എങ്ങനെയാണ് അവള് നിന്നെ സ്നേഹിക്കുന്നേ? എടാ ഇനിയിപ്പോ ഇത് വലിയ ചടങ്ങാവുമല്ലോ. അതെ, അവളെ ഇനി വിളിക്കാൻ പറ്റില്ല. അവൾക്കൊരു മെസ്സേജ് അയക്കാം. എന്ത് മെസ്സേജ്? അതൊക്കെ ഞാൻ അയച്ചോളാം. എന്റെ ഭഗവാനെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. അവൻ്റെ ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്തു പറ്റി മോളെ? ഇപ്പഴാ അവനെ സൂര്യൻ ഉദിച്ചത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. നാണം കെട്ടവൻ. മെസ്സേജ് അയക്കാൻ ചെലവൊന്നും ഇല്ലല്ലോ. ആ ദിവസത്തെ പറ്റി ഓർമ്മിപ്പിച്ചത് ഞാൻ. മോളെ, അവന് നിന്നേക്കാൾ കൂടുതൽ മനപ്രയാസം ഉണ്ട് മോളെ. അതുപോലെ അവന്റെ ഏട്ടൻ ലക്ഷ്മിയും കൂടെ അവനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു മോളെ, നമ്മൾ മനുഷ്യർക്ക് ആദ്യം കയറി കഴിഞ്ഞാലേ പലതും അങ്ങ് മറക്കും. മറന്നോട്ടെ. അയാൾ ഇനി വെഡിങ് ആനിവേഴ്സറി പറ്റി ഓർത്തെന്ന് കരുതി ഞാൻ അയാളെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല. ആദ്യം അയാൾക്ക് സ്വന്തം കാലിൽ നിന്ന് നിൽക്കാൻ കഴിയണം. അങ്ങനൊരു ബോധം കൂടെ കഴിയുന്ന പെണ്ണിന് വേണം. അല്ലെങ്കിലേ ഒരു പെണ്ണും ആണിനെ അംഗീകരിക്കത്തില്ല. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ അധികാരങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പോ ഓഫീസിൽ ഒരു ക്യാബിനകത്തിരിക്കുക. ഇനി നാളെ അവിടുന്ന് മാറ്റില്ലെന്ന് ആര് കണ്ടു? അവനെ അവന്റെ ഓഫീസിൽ തരം താഴ്ത്തിയ കാര്യം ഇപ്പൊ മോളങ്ങാണ് പറഞ്ഞ ഇതിനേക്കാൾ കൂടുതൽ വെറുപ്പായിരിക്കും ഇനി അവനോട്. തൽക്കാലം ഒന്നും പറയണ്ട. അയാൾക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് രണ്ടാളും എന്റെ അടുത്തോട്ട് വരല്ലേ? വിവാഹ ദിവസത്തെ പറ്റി പോലും ഓർമ്മയില്ലാത്ത ഒരു ഭർത്താവിനെ ഇനി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ല മോളെ അതിപ്പോ മോളും മറ്റന്നാള് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഓർത്തില്ലല്ലോ. മോഹിനി പറഞ്ഞപ്പോഴല്ലേ മോൾക്ക് ഓർമ്മ വന്നത്. ഞാനത് ഓർക്കാത്തതിന് കാര്യമുണ്ട്. എന്റെ വിവാഹം സമ്പൂർണ്ണ പരാജയം ആയതുകൊണ്ട് എനിക്കത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അയാളത് ഓർത്ത് കാണും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് തരണമെന്ന് കരുതിയിട്ട അയാള് മറവി നടിച്ചത്. പിന്നെ ഞാൻ വിളിച്ച ഡേറ്റിനെ കുറിച്ച് പറയുമ്പോ ഇങ്ങനൊരു മെസ്സേജ് എങ്കിലും അയക്കണ്ടേ? ഒരു പോങ്ങനെ കെട്ടിച്ചു വന്നിട്ട് രണ്ടാളും ഇപ്പം
അവന് വേണ്ടി കണ്ണീരൊഴുക്കുക. ഇവിടെ താമസിക്കുന്ന സുഖവും സന്തോഷവും എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിലില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഇത്തിരി ശുദ്ധമായി ശ്വസിച്ച് കഴിഞ്ഞോട്ടെ. വാമേ. ഇവൻ എന്തായി കാണിക്കുന്നേ? എടാ, നിനക്ക് ഞങ്ങളെ ഒന്നും ഇഷ്ടമല്ലാന്ന് അറിയാം. എങ്കിലും നിനക്ക് ആപ്പിളോ പേരയ്ക്കോ വല്ലതും വേണമെങ്കിലേ ഞങ്ങൾ അറിഞ്ഞു തരില്ലായിരുന്നോ? ഇതേ എനിക്കല്ല, എന്റെ ഭാര്യയ്ക്കാ. എല്ലാം അവർക്ക് എഴുതി കൊടുത്തില്ല അമ്മേ. ഇനിയിപ്പോ അവരുടെ പാദസേവയൊക്കെ ചെയ്യേണ്ടി വരും. അത് ശരിയാ. ഇനി അവളെ നമ്പി നിന്നില്ലെങ്കിലേ ഇവനെ ചിലപ്പോ അവള് പുറത്താക്കും. എന്റെ മഹാലക്ഷ്മിയുടെ പേരിലാ ഇപ്പൊ എന്റെ സ്വത്തുക്കളൊക്കെ. അത് മഹാലക്ഷ്മിയുടെ പേരിൽ മാത്രമാക്കാൻ എനിക്കൊരു ആലോചനയുണ്ട്. എന്നാ പിന്നെ എന്തിനാ അതിനൊരു താമസം? അതും കൂടെ കൊടുക്ക്. അതിനു വേണ്ടിയിട്ടായിരിക്കും അവരോട് പിടിച്ചിരിക്കുന്നത്. എടാ, ഇങ്ങനെ സംസാരിച്ച് എന്നെ മഹിയൻ ചൊടിപ്പിക്കാതെ പിണങ്ങിപ്പോയവളെ തിരിച്ചു വിളിച്ചോണ്ട് വരാൻ നോക്കടാ. മഹിക്ക് വിലപിടിപ്പുള്ള ഡ്രസ്സിനോടോ സ്വർണത്തോടോ ഒന്നും വലിയ താല്പര്യമില്ല. എന്നാ അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാ നിന്റെ കരുണ. ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ നിനക്ക്. വെറുതെ പിശുക്ക് കാണിക്കാതെ ഇങ്ങനൊരു അവസരത്തിലെങ്കിലും അവൾക്ക് വില കൂടിയ സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കടാ. സ്വർണത്തോട് കൊതിയുള്ള കൂട്ടരാ. നല്ല പ്രൗഢിയുള്ള ഒരു നെക്ലേസ് കൊണ്ട് കൊടുത്താലേ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾ തമ്മില്. എടാ, സ്വർണത്തിനൊക്കെ ഈ കാലത്ത് എന്ത് വിലയുണ്ടെന്ന് സ്വർണ്ണക്കട നടത്തുന്ന നിനക്കറിയാലോ. അല്ല, ഇവനെത്തിനിങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ? ആർക്കു വേണ്ടിയിട്ടാ? പണം കയ്യിലെത്തി കഴിഞ്ഞാ പിന്നെ അത് ഒരു കാരണവശാലും ചെലവാക്കില്ല. കൊള്ളപ്പലിശ വാങ്ങിക്കുന്ന ചില പലിശക്കാരുണ്ട്. അവർക്കാ സാധാരണ ഇവന്റെ സ്വഭാവം ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ പറയത്തക്ക ജോലിയും ഇല്ല. ശമ്പളമാണെങ്കിൽ കൃത്യമായിട്ട് കിട്ടുന്നുമുണ്ട്. അമ്മയ്ക്ക് പോലും ഇവൻ 10 രൂപയുടെ കൊഴുമ്പ് വാങ്ങിച്ച് തരാറില്ലല്ലോ. എന്നിട്ടും പാപ്പരാണെന്ന് പറഞ്ഞോട് നടക്കുക. ആ പാടോ. ഇതും കൂടെ കഴിക്കേ. എന്താ കണ്ണേട്ടാ ഇത്? ഇതൊക്കെ ഞാനെടുത്ത് കഴിച്ചോളൂല്ലോ. എന്താ ഞാൻ തന്ന താൻ കഴിക്കില്ലേ? നീ വാ. ഇരിക്കേ. ആ, ഇങ്ങനെ ആപ്പിളും മുന്തിരിയൊക്കെ എടുത്തു കൊടുക്കാനേ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ അങ്ങനെ എടുത്തു കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നത് നല്ലതാ. എടാ, സാധാരണ ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നത് അവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാവുമ്പോഴാ. ഇവിടെ പിന്നെ ആരെ കാണിക്കാനടാ നീ ഇതൊക്കെ ചെയ്യുന്നേ? അമ്മയുടെ ഇളയ മരുമോളുടെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് അമ്മയുടെ മോൻ ഇതുപോലെ അവൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല. എടാ, നീ ഫ്രൂട്ട്സ് കൊടുത്തിട്ടില്ല എന്ന് എനിക്കും അറിയാം, ഈ നിൽക്കുന്ന നിന്റെ അമ്മയ്ക്കും അറിയാം. കാരണം കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് 1 കിലോ ആപ്പിളോ ഓറഞ്ചോ പോലും നീ വാങ്ങിക്കത്തില്ല. എന്നിട്ട് ഞാനും അവളും കൂടെ എല്ലാ സൺഡേയും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടല്ലോ. ആ അവൾ ആവശ്യപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ പേരിൽ നിന്നെ അവൾ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ലോക്കൽ കടയിലും തട്ടുകടയിലും ഒക്കെ അല്ലേ നീ അവളെ കൊണ്ട് കയറുന്നത്. അവൾ ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല. ഇനിയിപ്പോ പെൺകുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് പൈസ പൊട്ടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഇവനും കൂടി വേണ്ടി നീ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഫലം നിനക്ക് കിട്ടിയാ മതി. എന്റെ കാര്യം വിട്. എന്റെ ജോലിയിൽ ഇപ്പൊ പകുതിയും ഇയാൾക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ഇടയ്ക്കിന് ചിലപ്പോ ഇയാൾക്ക് ഫ്രൂട്ട്സ് മാത്രമല്ല, ഈ വീൽ ചെയർ ഇരുന്നുകൊണ്ട് ഇയാൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിരിക്കും. ചിലപ്പോ ഭക്ഷണവും പാചകം ചെയ്ത് കൊടുത്തു എന്ന് വരും. അതെ, നട്ടുച്ചയ്ക്ക് ശുക്രൻ ഉദിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഇവളെ ശുക്രനെ അങ്ങ് മൊത്തത്തിൽ വിഴുങ്ങിയെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാജയോഗം കിട്ടൂടാ? ജനിച്ച് 10-22 വയസ്സാവുന്നത് വരെ ഒരുപാട് വേദന അനുഭവിച്ച കൂട്ടത്തിലമ്മ ഞാൻ. അതുകൊണ്ടായിരിക്കും ദൈവം എനിക്കിപ്പോ ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ തരുന്നേ. എന്റെ ശുക്രനും വ്യാഴവും ഒക്കെ എന്റെ കണ്ണേട്ടനാ. ഇതുപോലെ ഭർത്താക്കന്മാരെ പുകഴ്ത്താൻ കഴിയുന്ന ഭാര്യയൊക്കെ മണ്ടന്മാരായ ഭർത്താവ് ഒരുപാടങ്ങ് വിശ്വസിക്കും. അവളുമാരെ വഞ്ചിക്കുന്നത് വരെ. ആ അങ്ങനൊരു വഞ്ചനെ നിനക്കൊണ്ടാകാതിരിക്കട്ടെടാ കണ്ണ. എടാ, ഞാൻ പറഞ്ഞു ചെയ്യാൻ നോക്ക്. എടാ, കല്യാണം നടന്ന ഡേറ്റ് പോലും ഓർക്കാത്തവനാണ് നീ. ഇനിയിപ്പോ അതിന്റെ പരിക്ക് മാറാൻ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്ക്. തായിരിക്കും. എന്താ കണ്ണേട്ടാ ഇത്? ഇങ്ങനെയൊക്കെ ചെയ്താ അവർ സംശയിക്കില്ലേ? എന്നുവെച്ച് നമുക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവാണെന്നൊന്നും അവരാരും ചിന്തിക്കത്തില്ല. ഞാൻ എടുത്ത് കഴിച്ചോളാം. ഞാൻ കുറച്ചെടുത്ത് തരട്ടെ, എന്നിട്ട് തനിക്കെടുത്ത് കഴിക്കാം. ഉണ്ണിക്ക് ഓർമ്മശക്തി കുറവാ മോളെ. അതുകൊണ്ടല്ലേ കല്യാണ ദിവസം അവൻ മറന്നുപോയത്. അവന് ഇടയ്ക്കിടയ്ക്ക് നെല്ലിക്ക കഷായം കൊടുക്കണം, അല്ലെങ്കിൽ അവന്റെ തലയ്ക്ക് നെല്ലിക്ക തളം വെക്കണം. അവന്റെ തലച്ചോറൊന്ന് ഉണർന്നായിരുന്നെങ്കിലേ എന്നേ കണ്ണനെ തല്ലിക്കൂട്ടി ഒരു മൂലക്കിരുത്തിയിട്ട് അവൻ കമലേശ്വരത്തെ സ്വത്തും ബിസിനസ്സും ഒക്കെ പിടിച്ചെടുക്കുമായിരുന്നു. ഇതവൻ ആ മേഘന്റെ തണലിലും വാമദേവന്റെ ബുദ്ധിയിലും സാമർത്ഥ്യത്തിലും ഒക്കെ നിന്ന് പഴിച്ചു പോയത്. അല്ലാതെ സ്വന്തമായിട്ട് അവനൊരു കഴിവൊന്നുമില്ല. എന്റെ തലയിൽ അയാളെ കെട്ടിവെച്ചിട്ട് ഇപ്പൊ ഇങ്ങനൊക്കെ പറയാൻ മുത്തശ്ശിക്ക് ഒരു നാണോ ഇല്ലല്ലോ. ഓ, പറ്റിപ്പോയി മോളെ, പറ്റിപ്പോയി. അതുപോലെ വാമദേവൻ പറ്റിച്ചു. അതുകൊണ്ടാ അവനിപ്പോ വീൽ ചെയറിലായത്. എങ്കിലും അവൻ ബുദ്ധിമാനാ. അതുകൊണ്ട് നേരത്തോടെ നേരത്തെ അവൻ കണ്ണന്റെ അച്ഛനെ അങ്ങ് പറഞ്ഞയച്ചല്ലോ. എന്താ മുത്തശ്ശി പറഞ്ഞത്? കണ്ണേട്ടന്റെ അച്ഛനെ പറഞ്ഞു വിട്ടത് മേഘേട്ടന്റെ അച്ഛനാണെന്നോ? അങ്ങനെ പറഞ്ഞു വിട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വാമദേവൻ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ചെയ്തത് മന്ത്രവാദിയാ. ആ, ഈ വാമനെ നല്ലൊരു മന്ത്രവാദിയെ പോയി കണ്ട് കണ്ണന്റെ അച്ഛൻ കാഞ്ഞു പോകണേന്ന് പറഞ്ഞൊരു മന്ത്രവാദം അങ്ങ് നടത്തി. അതിനുശേഷമാ
അയാളും ഒരു അപകടത്തിന് മുകളിലോട്ട് പോയത്. ആ മന്ത്രവാദി ഇപ്പൊ ജീവനോടുണ്ടോ? ഇല്ല മോളെ, അന്നേ അയാൾക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നെന്നാ ഈ വാമൻ പറഞ്ഞത്. ആ പിന്നെ ഈ ദുർമന്ത്രവാദം ചെയ്യുന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോ പുഴുവരിച്ച് ചാകുമെന്നാ പറയുന്നത്. അത് എല്ലാവർക്കും ഓർമ്മ വേണം. ഓ, തമ്പുരാട്ടി വന്നുവോ? ഉടുത്തൊരുങ്ങി മോളെയും മരുമോനെയും കാണാൻ പോവായിരിക്കും. അതെ. ആ പിന്നെ നിനക്കുള്ള പലഹാരം ഞാൻ ടിന്നിൽ അടച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചത്? അതും കൂടി കൊണ്ടുപോയി അവൾക്ക് കൊടുത്തുകൂടായിരുന്നോ? ഞാനവിടെ പോകുന്നത് കണ്ണനെയും ലക്ഷ്മിയും കാണാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് ഉണ്ണിയും കാണണം. ഞാൻ ഉണ്ണിയോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്ത് സംസാരിക്കാമെന്ന്? ഞാൻ അയാളെയാ വേണ്ടെന്ന് പറഞ്ഞത്, അല്ലാതെ അയാൾ എന്നെ അല്ല. എന്നിട്ട് പിന്നെ അമ്മ എന്ത് സംസാരിക്കാനാ പോകുന്നേ? എനിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും ശ്രമിക്കണ്ട. എനിക്ക് അയാളെ വേണ്ട. ഇനി ഒരിക്കലും അയാളുമായിട്ട് ഒന്നിക്കില്ലെന്ന് ഉറപ്പിച്ച് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേ പറഞ്ഞത് കേട്ടല്ലോ മോളെ, അവനെ ഒന്ന് വിളിച്ചാ മതി, അവൻ ഓടി വരും മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ. എന്റെ മോളെ ആത്മാഭിമാനമുള്ളവളാ. അത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നിന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, ഐശ്വര്യമായിട്ട് ഇറങ്ങിയതല്ലേ, കൊണ്ടുകൊടു. ഇതൊക്കെ കഴിച്ചിട്ടെ അവളുടെ വയറ് കേടാകാതിരുന്ന ഭാഗ്യം. ഇങ്ങനെ ഒരു മുത്തശ്ശിയുള്ള കൊച്ചുമക്കള് ഒരു കാലത്ത് നന്നാവില്ല. അതിലൊരു തിരുത്തുണ്ട്. ഇങ്ങനൊരു അമ്മയുള്ള മക്കളാ ഗതി പിടിക്കാത്തത്. ഇനി ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാലും നിനക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല മോളെ. അങ്ങനെയൊരു മനസ്സാ നിനക്ക് നിന്റെ മുത്തശ്ശിയും അച്ഛനും കൂടെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. മോഹിനി തമ്പുരാട്ടിയെ ഒന്ന് നിന്നേ. എന്നെ എന്റെ മോനെയും പ്രാഗിയിട്ട് പോവല്ലേ. ഈ റോഡിലൂടെ പോകുമ്പോഴും ഈ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം. നിന്നെ പോലുള്ള ഒരുത്തിയുടെ ദേഹത്തെ പാണ്ടിലോറി കയറാതിരുന്ന ഭാഗ്യം. പോയിട്ട് വാ, ചെല്ല്. ഇവിടെ അയ്യോ, സമയം ഒരുപാടായല്ലോ. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എങ്ങോട്ടാ പോകുന്നേ? ഒരു കുഞ്ഞു വയറ്റിലുണ്ടെന്ന് ബോധമില്ലാതെ. അങ്ങനെ ബോധമുള്ള ഒരാള് അടുത്തുണ്ടല്ലോ. ഞാനുണ്ടായിട്ട് കാര്യമില്ലല്ലോ. തന്റെ ഉദരത്തിലല്ലേ കുഞ്ഞുള്ളത്. അതെ, അമ്മ രാവിലെ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞതാ. ഇപ്പൊ പുറപ്പെട്ടു കാണും. വരുമ്പോഴേക്കും കുളിച്ച് റെഡിയായി നിക്കണ്ടേ? കഴിഞ്ഞ ദിവസം പലഹാരങ്ങൾ തന്നു വിട്ടതാണല്ലോ. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് അതൊക്കെ കൊണ്ടുവന്ന പോരെ? അമ്മ നമ്മളെക്കാളും ത്രില്ലടിച്ചിരിക്കുക. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ഇനി ഇത് പ്രതീക്ഷിക്കാം. മക്കളുടെ ടേസ്റ്റ് ഈ ലോകത്ത് മറ്റാരേക്കാളും അറിയാവുന്നത് അവരുടെ അമ്മമാർക്കായിരിക്കുമല്ലോ. ഇന്ന് മാത്രമല്ല, കുട്ടിക്കാലം മുതലേ എനിക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിത്തരാൻ എനിക്കമ്മ മാത്രമേ അടുത്തുണ്ടായിരുന്നുള്ളൂ. കരുണയ്ക്കിഷ്ടം ഹോട്ടലിലെ കണ്ണാടിക്കുട്ടിലെ പലഹാരങ്ങളായിരുന്നു. എനിക്കത് വാങ്ങിത്തരാൻ ആളില്ലാത്തതുകൊണ്ട് അമ്മ തന്നെ എല്ലാം ഉണ്ടാക്കിത്തരുമായിരുന്നു. ആ ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവിൻ തുമ്പിലുണ്ട്. എനിക്ക് മാത്രമായിട്ടല്ല, കണ്ണേട്ടൻ ഇഷ്ടപ്പെട്ടതും കരുതി കാണും. ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എന്താ കണ്ണേട്ടാ ഇത്? അമ്മ വരുമ്പോ ഉറക്കം എണീറ്റില്ല എന്നറിഞ്ഞ പിന്നെ അത് മോശമല്ലേ? ഈ സമയത്ത് പെൺകുട്ടികൾക്ക് ഉറക്കം കൂടുതൽ വേണമെന്ന് 2 കുട്ടികളെ പ്രസവിച്ച തന്റെ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. എന്നാലും അത് ശരിയല്ലല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ.
കണ്ണേട്ടനെ എഴുന്നേറ്റ് നടന്നപ്പോ ഇത്തിരി കുസൃതിയൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാ അതൊന്നും പറ്റില്ലല്ലോ. അതുവരെ എല്ലാം സഹിച്ചേ പറ്റൂ. എങ്കിലും അത് അധികം വേണ്ട. ഓ, ഓ, മോളും മരുമാനും കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന് അറിഞ്ഞായിരുന്നു. കണ്ടിട്ട് മതിയായില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്റെ മോൾക്ക് കുറച്ച് പലഹാരമായിട്ടാ വന്നിരിക്കുന്നത്. ആഹാ, കൊടുക്ക് കൊടുക്ക്. കഴിഞ്ഞ ദിവസവും കുറച്ച് പലഹാരവും കൊണ്ടാണല്ലോ അവള് വന്നത്. ഇങ്ങനെ പലഹാരം കൊണ്ട് അവളുടെ വയർ നിറയ്ക്കാനേ അവളുടെ വയറ്റിനകത്ത് ചലനം വല്ലതും ഉണ്ടോ? അല്ല, ഇനി പറയാൻ പറ്റില്ല. അവള് മിടിക്കുക. ചിലപ്പോ കണ്ണിനറിയാതെ പല ചലനങ്ങളും അവളുടെ വയറ്റിനകത്തുണ്ടാവാൻ സാധ്യതയുണ്ട്.